ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ആശ്വാസനാദം എന്ന ശുശ്രൂഷയുടെ 53-ാമത്തെ സെക്ഷനിൽ പ്രവേശിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കേവർക്കും കർത്താവായ നാമത്തിലെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനം, സഹകരണം, പ്രാർത്ഥനയുടെ പിൻബലം എല്ലാറ്റിനും വേണ്ടി ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുക്കുന്ന ദൈവവചനം 147-ാം സങ്കീർത്തനം 8-ാം വാക്യമാണ്. അവൻ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു, ഭൂമിക്കായി മഴ ഒരുക്കുന്നു, പർവ്വതങ്ങളിൽ പുല്ല് മുളപ്പിക്കുന്നു. സങ്കീർത്തനത്തിലെ വാക്യമായതുകൊണ്ട് എൻ്റെ പ്രിയ ശ്രോതാക്കളിൽ ബഹുഭൂരിപക്ഷം പേർക്കും ഇത് സുപരിചിതമാണെന്ന് എനിക്കറിയാം. ഇവിടെ പറയുന്നൊരു കാര്യം, അവൻ ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു, ഭൂമിക്കായി മഴ ഒരുക്കുന്നു, പർവ്വതങ്ങളിൽ പുല്ല് മുളപ്പിക്കുന്നു. നോർമൽ ലെവലിൽ ചിന്തിച്ചാൽ മേഘം മൂടിയാൽ എന്താ, മഴ പെയ്താൽ എന്താ, അല്ലേ? അതിൻ്റെ മറുവശം എന്നുള്ളത് പാലസ്തീനിൽ നവംബർ മാസങ്ങളിൽ പെയ്യുന്ന മഴ, ആ മഴയെ തുടർന്നാണ് അവിടെ നിലങ്ങളൊരുക്കി കൃഷി ആരംഭിക്കുന്നത്. അതിനെ നനയ്ക്കുന്നതും അതിനെ വളർത്തുന്നതൊക്കെ ആ മഴയുടെ അല്ലെങ്കിൽ മഴയാൽ ലഭിക്കുന്ന വെള്ളത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ചാണ്. ഈ മഴയെ ഫലസ്തീൻകാർ മുൻമഴ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അഥവാ നവംബർ മാസത്തിൽ പെയ്യുന്നതായ ആ മഴയെ മുൻമഴ. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ നമുക്കിവിടെ മെയ് മാസം ലാസ്റ്റോട് കൂടി ജൂൺ മാസത്തിൽ ലഭിക്കുന്ന മഴ നമ്മൾ കാലവർഷം എന്ന് പറയാറുണ്ട്. കഴിഞ്ഞ് തുലാമാസം ഒടുവിൽ അല്ലെങ്കിൽ തുലാവർഷ ആരംഭ സമയത്ത് നമുക്ക് തുലാവർഷം, ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥയിലെ ന്യൂനമർദ്ദം തുടങ്ങുകയും മഴ പെയ്യുകയാണ് നമ്മുടെ ഇപ്പോഴത്തെ കാലവർഷം, തുലാവർഷം എന്നുള്ള കാര്യങ്ങൾ സിസ്റ്റമൊക്കെ മാറി തുടങ്ങി. ഇത് നമ്മളങ്ങനെ പറയാറുള്ളൂ. ഇവിടെ കാലവർഷം, തുലാവർഷം നമ്മൾ പറയുന്നത് പോലെ അവരുടെ സാഹചര്യങ്ങൾ വെച്ചിട്ട് അവർ ആ മഴയ്ക്ക് വന്ന പേര് മുൻമഴ എന്നാണ്. എന്നാൽ അങ്ങനെ മഴ പെയ്തു, കൃഷിയെല്ലാം ഇറക്കി, കുറച്ച് സമയം ദിവസം കഴിയുമ്പോൾ ആ മഴ നിൽക്കും. അതിനുശേഷമായി ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമായി വീണ്ടും അവിടെ മഴ വരും. ഈ കൃഷിയിൽ പ്രത്യേകിച്ചും ഗോതമ്പാണെങ്കിലും നെല്ലാണെങ്കിലുമൊക്കെ വിതച്ച് അതിൻ്റെ വിളവെടുപ്പിന് മുമ്പായിട്ടുള്ള സമയത്തിൽ ഒരു മഴയും കൂടെ ആവശ്യമാണ്. ആ സമയത്ത് പെയ്യുന്ന മഴയാണ് അവർ പിന്മഴ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ മുൻമഴയാൽ കൃഷിക്ക് തുടക്കം കുറിക്കുന്നുവെങ്കിലും പിന്മഴ കൂടി ലഭിച്ചെങ്കിൽ മാത്രമാണ് വിളവെടുപ്പ് പൂർണ്ണമായ രീതിയിൽ ഫലവത്താവുകയുള്ളൂ. ഒരധ്വാനിച്ചതിന് ഫലം കിട്ടണമെങ്കിൽ ഈ പിന്മഴയും കൂടെ വേണം. അപ്പോൾ ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം പിന്മഴ ലഭിക്കണമെങ്കിൽ അവർ ദൈവിക പ്രമാണങ്ങളിൽ നിലനിൽക്കണമെന്നുള്ളതായൊരു വ്യവസ്ഥയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അവർ ദൈവിക പ്രമാണങ്ങളിൽ നിലനിന്നെങ്കിൽ മാത്രമാണ് അവർക്ക് പിന്മഴ ലഭ്യമാവുകയുള്ളൂ. അർത്ഥാൽ അവരുടെ അധ്വാനത്തിൻ്റെ ഫലം അവർക്ക് അനുഭവിക്കുവാൻ കഴിയണമെങ്കിൽ അവർ ദൈവിക വ്യവസ്ഥയിൽ നിലനിൽക്കുന്നവരായിരിക്കണം എന്നുള്ളതായൊരു പ്രമാണം അവർക്കുണ്ട്. അപ്പോൾ ഈ പിന്മഴ ലഭിച്ചില്ലെങ്കിലോ ആ കൃഷി നശിക്കുക.
കൃഷി നശിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്തുവാ? വിളവെടുപ്പ് ലഭ്യമല്ലെന്നുള്ളതാണ്. വിളവെടുപ്പ് ലഭ്യമല്ലെങ്കിൽ എന്ത് സംഭവിക്കുക? ക്ഷാമം അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ്. അപ്പോൾ അനുസരണക്കേടിനാൽ പിന്മഴ നഷ്ടമായാൽ അതിൻ്റെ അനന്തരഫലം എന്നുള്ളത് എന്താ? ക്ഷാമമായിരിക്കും. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ അവർ ദൈവസേനയിൽ എങ്ങനെയായിരിക്കണം? വ്യവസ്ഥ പ്രകാരമായിരിക്കണം. അപ്പോൾ ഈ കൃഷിക്കാരൻ്റെ ഒരു നോട്ടം എപ്പോഴും എവിടേക്കുണ്ടാകും? ഈ പിന്മഴയുടെ സമയമാകുമ്പോഴത്തേക്കും ആകാശത്തെ നോക്കി നിൽക്കും, അല്ലേ? ആകാശം നോക്കിയിരിക്കുമ്പോൾ ദൈവനം പറയാം, ആകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു, ഭൂമിക്കായി മഴ ഒരുക്കുന്നു, പർവ്വതങ്ങളിൽ പുല്ല് മുളപ്പിക്കുന്നു. അപ്പോൾ ഈ മഴയുടെ ഈ കാർമേഘമെല്ലാം കാണുമ്പോൾ ഈ കൃഷിക്കാരന് വലിയ സന്തോഷമാണ്. കാരണം എന്താണ്? ദൈവം മഴ പെയ്യിക്കാൻ തുടങ്ങുകയാണ്, മഴ ലഭിക്കും, എനിക്ക് ക്ഷാമം നേരിടുകയില്ല, വിളവെടുപ്പിനായിട്ട് ദൈവം എൻ്റെ നിലത്തെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിന്ന് പ്രിയപ്പെട്ടവരെ, നാം ഈ ദൈവവചനം പഠിക്കുമ്പോൾ പക്ഷെ നിങ്ങൾ ചിലരെങ്കിലും ചില സംരംഭങ്ങൾ തുടങ്ങിയതിന് ശേഷമായിട്ട് അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നന്മയോ ഉയർച്ചയോ ലഭ്യമാകാതെ പ്രതികൂല സാഹചര്യങ്ങളിൽ നിലവിളിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സന്ദേശം ഇതാണ്: ദൈവം നിനക്ക് വേണ്ടി ഒരു മഴ പെയ്യിക്കും എന്നുള്ളതാണ്. നീ വിശ്വസിക്കണം. നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയെങ്കിൽ, നീ ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ, നീ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിശ്ചയമായും നിനക്ക് ലഭിക്കേണ്ട നന്മകളെ തടയുവാൻ ഒരു ശക്തിയെയും ദൈവം അനുവദിക്കില്ലെന്ന് മാത്രമല്ല, അവൻ നിനക്ക് സമയാസമയങ്ങളിൽ ആവശ്യമായ മഴ പെയ്ച്ച് നിന്നെ അനുഗ്രഹിപ്പാനിടയായിത്തീരും. അപ്പോൾ ചിലപ്പോൾ സംരംഭങ്ങൾ ആരംഭിച്ചതിന് ശേഷമായി, തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമായി ഉദ്ദേശ നിലകളിൽ പ്രോഗ്രസ് കാണാൻ കഴിയാതെ നിരാശയോടെ നീ നെടുവീർപ്പോടെ ഇരിക്കുകയാണെങ്കിൽ, നീ മുന്നോട്ട് പോകാൻ കഴിയുന്നതിൽ നിന്ന് ഒരു ഉയർച്ച ഉണ്ടാവുമെന്ന് ചിന്തിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്തിലൂടെ നിന്നെ ഓർമ്മിപ്പിക്കുന്നത്, ദൈവം നിനക്ക് വേണ്ടി എന്ത് ചെയ്യുമ്പോൾ അവനാകാശത്തെ മേഘം കൊണ്ട് മൂടുന്നു, ഭൂമിക്കായി ഒരു മഴ ഒരുക്കുന്നവ, നിന്റെ ജീവിതത്തിൽ നന്മയ്ക്കായി, ജീവിതത്തിൽ അനുഗ്രഹത്തിനായി, നന്മകൾക്കായി, ഉയർച്ചയ്ക്കായി, അഭിവൃദ്ധിക്കായി, സമാധാനത്തിനും സന്തോഷവുമായി ദൈവം നിനക്ക് വേണ്ടി ആകാശ നിയമം മേഘം കൊണ്ട് മൂടാൻ പോവുകയാണ്. മേഘം മൂടിയാൽ ദൈവം മൂടിച്ചാൽ നിശ്ചയമായിട്ടും മഴ പെയ്യും. മഴ പെയ്താലോ പർവ്വതങ്ങളിൽ പോലും പുല്ല് മുളയ്ക്കുവാനിടയായിത്തീരും. അസാധ്യം നമ്മൾ കരുതിയതായ തലങ്ങളിന്മേൽ ദൈവപ്രവൃത്തിയുടെ അത്ഭുതങ്ങൾ കാണുവാൻ ഇടയായിത്തീരും. നിന്റെ ജീവിതത്തിൽ നീ ഒന്നും മുളയ്ക്കില്ലെന്നും, ഒന്നും വളരുകയില്ലെന്നും, നീ ഒരു ഫലം ഉണ്ടാകുകയില്ലെന്നും, നീ സന്തോഷം അനുഭവിക്കാൻ കഴിയില്ലെന്നും, സന്തോഷം അനുഭവിക്കാനും സമാധാനം അനുഭവിക്കാൻ കഴിയില്ലെന്ന് ചിന്തിക്കുന്നെങ്കിൽ, ദൈവം പറയുക, ദൈവത്തിൻ്റെ വചനം പറയുക, നിനക്ക് വേണ്ടി നമ്മുടെ ദൈവം എന്ത് ചെയ്യും? ഒരു മഴ പെയ്യുവാനിടയായിത്തീരും. അത് വിശ്വസിക്കാൻ കഴിയണം. അങ്ങനെ ദൈവം മഴ പെയ്ച്ചാലുള്ള ഗുണമെന്താ? നമ്മൾ 68-ാം സങ്കീർത്തനം 9-ാം വാക്യം പഠിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്: ക്ഷീണിച്ചിരിക്കുന്ന അവകാശത്തെ തണുപ്പിക്കും. നീ ഇന്ന് ഏതെങ്കിലും ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ഭാരത്തോടും പ്രയാസത്തോടും വേദനയോടും നിരാശയോടൊക്കെ ആയിരിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ ബോധ്യപ്പെടുത്തുക, കുഞ്ഞെ, ഞാൻ നിനക്ക് വേണ്ടി ഒരു മഴ പെയ്യിക്കും. അങ്ങനെ മഴ പെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ്, ക്ഷീണിച്ചിരിക്കുന്നവനെ തണുപ്പിക്കുവാനായിട്ട്. നമ്മളൊക്കെ ശരീരം ക്ഷീണത്തിലിരിക്കുമ്പോൾ നമ്മെ ഒന്ന് തണുപ്പിയത്തിൽ ചിലപ്പോൾ ഒരു ഫാനിൻ്റെ കാറ്റ് കൊള്ളുകയോ ഇപ്പം തണുത്ത വെള്ളം കുടിക്കുകയോ ചെയ്യും, അല്ലേ? അപ്പോൾ ദൈവം നാം എപ്പോഴൊക്കെയാണോ ക്ഷീണിച്ചിരിക്കുന്നത്, അപ്പം നമ്മെ തണുപ്പിക്കുവാൻ, ആശ്വസിപ്പിക്കുവാൻ ഒരു മഴ പെയ്യിക്കും. അപ്പോൾ നീ ഇന്ന്
ഏതെങ്കിലും വിശുദ്ധ ബന്ധത്തിൽ ഒരുപക്ഷെ മാറ രോഗമായിരിക്കാം, തീരാ കടമായിരിക്കാം, ചില നിന്നാവാക്കുകളായിരിക്കാം, പരിഹാസ വിഷയങ്ങളായിരിക്കും, എന്തുമാകട്ടെ, നീ മനസ്സിനെ ക്ഷണിച്ചിരിക്കുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ഒരു മഴ പെയ്യിപ്പാനിടയായിത്തീരും. അപ്പോൾ ദൈവം തണുപ്പിക്കും. പോരാ, യോവേൽ 2:23-24 പഠിക്കുമ്പോൾ, യോവേൽ 2:23-24 പഠിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ തക്ക അളവിൽ മഴ തരുന്നതാണ്. തക്ക അളവിൽ. മഴയുടെ അളവ് കൂടിയാൽ പ്രളയമാകും, മഴയുടെ അളവ് കുറഞ്ഞാൽ അത് വേനലായിത്തീരും, അല്ലേ? അപ്പോൾ വരൾച്ചയായിത്തീരും. അപ്പോൾ വരൾച്ചയുണ്ടാകാതെയും പ്രളയമുണ്ടാകാതെയും, വരൾച്ച ഉണ്ടായാലും കൃഷി നശിച്ചു പോകും. ചില വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമുക്കറിയാം, നമ്മുടെ പാലക്കാടൻ പ്രദേശങ്ങളിലൊക്കെ ഏക്കർ കണക്കിന് കൃഷി സ്ഥലങ്ങളിൽ വിതയും നടിലെല്ലാം കഴിഞ്ഞ ശേഷമായിട്ട് വിളവെടുപ്പിന് മുമ്പ് ആവശ്യം മഴ ലഭിക്കാത്തതിൻ്റെ പേരിൽ ഏക്കർ കണക്കിന് കൃഷികൾ തീയിട്ട് നശിപ്പിച്ചു കളഞ്ഞു. കുതിർക്കാൻ പോലും കിട്ടില്ല. അപ്പോൾ വരൾച്ച ഉണ്ടായാലും കൃഷി നശിക്കും. ഈ വെള്ളം കുറച്ചധികം മഴ പെയ്ച്ച് കുറച്ചധികം പ്രശ്നങ്ങളായി കുറച്ച് നാൾ വെള്ളം മൂടി കിടന്നാൽ ഇത് ചീഞ്ഞു പോകും. അപ്പോൾ ദൈവം നമുക്ക് എന്ത് ചെയ്യുന്നു? തക്ക അളവിൽ മഴ തരുവാൻ ഇടയായിത്തീരും. അങ്ങനെ സംഭവിക്കുമ്പോൾ തക്ക അളവിൽ മഴ തരുമ്പോൾ സമയം എന്തറിയാവോ? കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയുവാനിടയായിത്തീരും. എന്നാൽ പ്രിയപ്പെട്ടവരെ, എൻ്റെയും ജീവിതത്തിൽ ഞാൻ നേരിടുന്ന വിഷയങ്ങളും മേലെ നമ്മുടെ ദൈവം നമ്മളോട് ദൂതം എന്താ അറിയാവോ? കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും. നിലകളിൽ ചില സ്ഥലങ്ങൾ ശൂന്യമായിരിക്കാം, അതിനാൽ നിരാശപ്പെട്ടിരുന്ന വ്യക്തിയായിരിക്കാം, വേദന അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്നാൽ ദൈവത്തിന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, കുഞ്ഞെ, അവൻ തക്കളവിൽ ഒരു മഴ പെയ്യിക്കുമ്പോൾ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയുവാനിടയായിത്തീരും. ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് നിറയും. ഒരു നിറവിൻ്റെ അനുഭവത്തിലേക്ക്, ഒരു സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക്, ഒരു സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് ഇതിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ നിന്നും ഉദിച്ചു വരുന്ന സൂര്യൻ്റെ ചൂടിനാൽ വാടിപ്പോകുന്ന പോലെ പ്രശ്നങ്ങളാകുന്ന, പ്രതിസന്ധികളാകുന്ന വേനലിൽ നീ അകപ്പെട്ടിരിക്കുകയാണെങ്കിൽ പ്രതീക്ഷയ്ക്ക് വേണ്ടി സ്വർഗം ആകാശത്തിലും മേഘത്തിൽ കൊണ്ട് മൂടുകയാണ്. ജീവിതാനുഭവങ്ങളിലേക്ക് നിനക്ക് ആവശ്യമായ ഒരു നിറവ് ലഭിക്കേണ്ടതിന്, ഒരു തണുപ്പ് ലഭിക്കേണ്ടതിന്, ചുട്ടുകൊള്ളുന്ന അനുഭവത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി സ്വർഗം ഒരു മേഘത്തെ മൂടിക്കുകയാണ്. ആ മേഘം ഒരു നാളുകളിലെ മഴയായി പെയ്തിറങ്ങുവാനിടയായിത്തീരും. ഇന്ന് തണുപ്പിക്കുന്ന കളപ്പുരകൾ നിറയ്ക്കുന്ന അനുഭവമായി ഇത് മാറുവാൻ ഇടവരും. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കുക, നിശ്ചയമായി നീ ആ ഒരു നിറവ് അനുഭവിക്കാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം ഓർക്കണം, വാഗ്ദത്തം എന്നൊരു മുൻമഴ പെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായി അതിന് പൂർത്തീകരണമെന്ന ഒരു പിന്മഴയും പെയ്യാതിരിക്കുകയില്ല. സാഹചര്യങ്ങൾ അത്രമാത്രം പ്രതികൂലമാണെങ്കിലും, എന്തെല്ലാം തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും കാണുന്നുണ്ടെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു, നമുക്കൊരു വാഗ്ദത്തം എന്നൊരു മുൻമഴയുണ്ടെങ്കിൽ അതിൻ്റെ പൂർത്തീകരണമെന്ന, നിവർത്തീകരണമെന്ന, അനുഗ്രഹമെന്ന, വിടുതലെന്ന ഒരു പിന്മഴ നമ്മുടെ ജീവിതത്തിൽ പെയ്യാതിരിക്കുകയില്ല. വിശ്വസിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ സംസാരിപ്പാനിടയായി തീർന്നല്ലോ. ഈ ജനസ്ഥലം പരിമേൽപ്പിക്കണം നേരിടുന്ന വിഷയങ്ങളും മേൽ കടന്നു അത്ഭുതം പ്രവർത്തിക്കുമ്പോഴാണമേ എൻ്റെ അത്ഭുത പ്രവർത്തിയിൽ സന്തോഷിപ്പാൻ, നന്മ അനുഭവിപ്പാൻ സഹായിക്കുമ്പോഴാണെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി നീ ഒരുക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കൃത ആശ്വസിപ്പിച്ചാട്ടെ, തിരുനാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. യേശുവിൻ നാമത്തിനെ ആമേൻ. ക്ഷമയോടെ സന്ദേശം ശ്രമിച്ചു നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ വിസ്താരം ചെറിയ സൂക്ഷിക്കണമെന്ന് നമുക്ക് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ സഹകരണത്തിനും എല്ലാ പ്രോത്സാഹനത്തിനും നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.